ഏറ്റവും സ്നേഹം നിറഞ്ഞ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ബൈബിൾ ഗ്രാമത്തിൻ്റെ സ്ഥാപകനുമായ ബഹുമാനപ്പെട്ട ഡേവിസ് പടതച്ച, അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹവൈദികരെ, ബൈബിൾ ഗ്രാമം കുടുംബാംഗങ്ങളെ ഏവർക്കും ആദ്യമേ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും ആദ്യമേ തന്നെ നേരുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടും അതിലുപരി ആനന്ദത്തോടും കൂടിയിട്ടാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത്. കാരണം ബൈബിൾ ഗ്രാമം കുടുംബാംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷവും അതിയായ ആനന്ദവുമുണ്ട്. ഏകദേശം 45,000 വരുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ബൈബിൾ ഗ്രാമം കുടുംബാംഗങ്ങൾ ഇവിടെ ഒന്നുചേർന്നിരിക്കുന്നത്. വിവിധങ്ങളായ ബലിവേദികളിൽ ബലി അർപ്പിച്ചുകൊണ്ടാണ് വൈദികരായ വൈദികരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷവും അതിയായ ആനന്ദവുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി പതാക ഉയർത്തുവാനും ഇന്നത്തെ പരിപാടികളിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമുക്ക് സന്ദേശം നൽകുവാനുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പടതച്ചനാണ്. പടതച്ചനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയേണ്ട ആവശ്യങ്ങളില്ല. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഭക്തനാണ് ബഹുമാനപ്പെട്ട പടതച്ചൻ. ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പാട് ഈ ധ്യാന മന്ദിരത്തിൽ അച്ഛൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ എല്ലാ സഹവൈദികരെയും വിളിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഞാൻ മനസ്സിൽ ഓർത്തുപോകുകയാണ്. ബഹുമാനപ്പെട്ട ഡേവിസ് പടതച്ച ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഇനിയും അച്ഛന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ബൈബിൾ ഗ്രാമം കുടുംബാംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരുടെയും പ്രേക്ഷിത ഗണങ്ങളെയും ശുശ്രൂഷ ഗണങ്ങളുടെയും പേരിൽ സ്നേഹപൂർവ്വം അച്ഛനെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ലൂഷ്യസ് നേരെപ്പറമ്പിലച്ഛൻ സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പേ ജനിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹം തന്നെയാണ്. ഏകദേശം 2000-ലധികം വരുന്ന വൈദിക വിദ്യാർത്ഥികളെ പരിശീലനം നൽകിയ ബഹുമാനപ്പെട്ട ലൂഷ്യസ് നേരെപ്പറമ്പിലച്ഛൻ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഒരു വൈകുന്നേരം 5 മണി നേരമൊക്കെ ആകുമ്പോൾ ഈ ധ്യാന മന്ദിരത്തിന്റെ ചുറ്റുവട്ടങ്ങളിലൂടെ ഒരു ജപമാലയും പിടിച്ച് നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥനയും ചൊല്ലി നടക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ലൂഷ്യസ് അച്ഛനെ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന മാധ്യസ്ഥ നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വക്കാരടച്ചൻ, ഒത്തിരിയേറെ തിരക്കുകളുണ്ട്. എന്നിരുന്നാലും ബൈബിൾ ഗ്രാമത്തിന്റെ എന്ത് പരിപാടി ക്ഷണിച്ചാലും അച്ഛൻ സ്നേഹപൂർവ്വം ക്ഷണം സ്വീകരിക്കുകയും സമയം കണ്ടെത്തി അതിനുവേണ്ടി വരികയും ചെയ്യുന്ന വലിയൊരു സ്നേഹത്തിന്റെ ഒരു വക്താവാണ്. 5 വർഷത്തിലധികമായി ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനസമൂഹങ്ങൾക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുകയും ഇന്ന് ഈ ലോകത്തോട് അച്ഛൻ വിളിച്ചു പറയുന്ന വലിയൊരു സത്യമുണ്ട്: മക്കളെ, ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളായി കൊള്ളട്ടെ, ദിവ്യകാരുണ്യനാഥന്റെ സവിധത്തിലേക്ക് വരിക, അവിടെ പരിഹാരമുണ്ട് എന്ന് ഈ ലോകത്തോട് 6 വർഷത്തിനടുത്തായി അച്ഛൻ വിളിച്ചു പറയുന്നു. അനേക ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നു. ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഞങ്ങളോടൊപ്പമായിരിക്കാനും ഇന്ന് ഇവിടെ കടന്നു വന്ന ബഹുമാനയുടെ ദേവസ്വക്കാരടച്ചനെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ കുമ്പസാരക്കാരനായിട്ട് ഇരുന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനാണെന്ന് തോന്നുന്നു. ബൈബിൾ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ സ്നേഹത്തോടെ അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയും പ്രഭാതത്തിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ അന്നദവണം തെളിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ ബൈബിൾ ഗ്രാമത്തിന്റെ ശുശ്രൂഷകൾ ക്ഷണിച്ചപ്പോഴൊക്കെ വളരെയേറെ സന്തോഷത്തോടെ അച്ഛൻ ക്ഷണം സ്വീകരിക്കുകയും കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അച്ഛനെ ബൈബിൾ ഗ്രാമ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം.
ബഹുമാനപ്പെട്ട സിബി അച്ഛൻ, നമുക്കറിയാം ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ വെള്ളമെടുപ്പിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കാപ്പി ഉടുപ്പ് പോലെ ഇട്ട് കിടക്കും, കുറച്ച് കഴിയുമ്പോൾ ഒരു ഫാൻ ഷർട്ട് ഇട്ട് കിടക്കും. റോഡി അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെയേറെ ആക്റ്റീവാണ്. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും, ഈ ധ്യാന മന്ദിരത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ രാവുന്നില്ല പകലില്ല എന്നില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട റോണി അച്ഛൻ. ബൈബിൾ ഗ്രാമ കുടുംബങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം ഏറ്റവും സ്നേഹത്തോടെ റോണി അച്ഛനെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിബി അച്ഛൻ ഈ ധ്യാന മന്ദിരത്തിന്റെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധാലുവാണെന്ന് നമുക്കറിയാം. ബൈബിൾ ഗ്രാമത്തോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനെയും ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോ അച്ഛൻ ഇന്നിവിടെ ഇല്ല. അച്ഛൻ മാനന്തവാടിയിലെ സ്ഥലത്ത് കുർബാനയ്ക്ക് പോകുമെന്നാണ് അന്ന് ക്ഷണിച്ചപ്പോൾ അറിയിച്ചിരുന്നത്. അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും അച്ഛന്റെ മനസ്സ് ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ജോ അച്ഛൻ ബൈബിൾ ഗ്രാമ കുടുംബാംഗങ്ങൾ എവിടെ കണ്ടാലും ഒരു നിമിഷം നിന്ന് അവരോടെല്ലാം അന്വേഷണങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് കടന്നു പോകുന്നത്. ബൈബിൾ ഗ്രാമ കുടുംബാംഗങ്ങളോട് ബഹുമാനപ്പെട്ട ജോ അച്ഛൻ കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ജോ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ജോ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ജോ അച്ഛനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മേജോ അച്ഛൻ നമ്മുടെ കുടുംബാംഗമാണ്. അച്ഛൻ എപ്പോഴും തിരക്കാണ്. തിരക്കുകൾക്ക് അന്വേഷിച്ചപ്പോൾ അച്ഛൻ ആത്മീയ കാര്യങ്ങളിൽ ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് അച്ഛൻ. ഒരു നിമിഷം പോലും പാഴാക്കാതെ എവിടെയെല്ലാം ആത്മീയ കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്നുവോ അവിടെയെല്ലാം ആത്മീയ കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി ജനഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ഉണർത്താൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് മേജോ അച്ഛൻ. മേജോ അച്ഛൻ നമ്മുടെ കുടുംബാംഗമായതുകൊണ്ട് അധികം വാക്കുകളൊന്നും നിർമ്മിക്കേണ്ട കാര്യങ്ങളില്ല. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെ പേരിൽ നമ്മുടെ സ്വന്തം മേജോച്ചിനെ ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം. ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ ബൈബിൾ ഗ്രാമത്തിന്റെ മുന്നേ കോർഡിനേറ്ററൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അച്ഛനാണെന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവചന സ്വരം കൂടിയാണ് സിജോ അച്ഛൻ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ബഹുമാനപ്പെട്ട സിജോ അച്ഛനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു പല വൈദികരും ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലവിധത്താൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇവിടെ വരാത്ത എല്ലാ വൈദികരെയും ബൈബിൾ ഗ്രാമ കുടുംബാംഗങ്ങളുടെ പേരിൽ എല്ലാവർക്കും ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം. വിശുദ്ധരായ ഒരു ബൈബിൾ ഗ്രാമ ശുശ്രൂഷയെ കുഞ്ഞുങ്ങളെയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബൈബിൾ ഗ്രാമം അധ്യാപകർ. നാളുകളിൽ ഒരു വിശുദ്ധര് ഈ ബൈബിൾ ഗ്രാമ ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അധ്യാപകരെയും ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് അതോടെ മാത്രം അധ്വാനിച്ചിട്ടുള്ളത് ഓരോ ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പ് ലീഡേഴ്സ് ആണ്. മറക്കാനാകാത്ത പകരം വയ്ക്കാനാവാത്ത ജോലികളാണ് അവർ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സിനെയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ ഇതിന് ജഡ്ജസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് ബൈബിൾ ഗ്രാമം കുടുംബാംഗങ്ങളെയാണ്. എന്ത് പരിപാടി വിളിക്കുമ്പോഴേക്കും ഓടിയെത്തി സഹായ ഹസ്തവുമായി നീട്ടിയ അനേകം കുടുംബങ്ങൾ എനിക്കറിയാം. ഇന്നത്തെ പരിപാടി മിനിയാക്കി തീർക്കാൻ ബൈബിൾ ഗ്രാമത്തിന് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികളെല്ലാം മിനിയായി തീർന്നത്. എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ബൈബിൾ ഗ്രാമ കുടുംബാംഗങ്ങളെയും അവരെ ബന്ധുമിത്രാദികളെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ബൈബിൾ ഗ്രാമം എന്നതിനെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജെറുസലേം കൂടാരത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെയുണ്ട്. എന്തിനും ഏതിനും സജീവമായി ബൈബിൾ ഗ്രാമ ശുശ്രൂഷയോട് ഒപ്പമുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടുകൂടി തന്നെ ഓർത്തുകൊണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ